ഫ്രണ്ട്സ് എല്ലാവർക്കും നാടൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിഷ്ണു മറ്റക്കര. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബാർലൈറ്റ് ഉണ്ടാക്കാം. ഒരു ചെറിയ ബാർലൈറ്റ്, വലിയ ബാർലൈറ്റ് ഉണ്ടാക്കി വണ്ടിയുടെ മേളിലേക്ക് അടുപ്പിച്ചാണ് നമുക്ക് ഉറപ്പായിട്ടും ആ വണ്ടിയായിട്ട് വെളിയിറങ്ങാനും പറ്റത്തില്ല, നമുക്ക് ആ ലൈറ്റ് ഇടാനും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബാർലൈറ്റിനേക്കാളും വെട്ടമുള്ള അടിപൊളി ഒരു ബാർലൈറ്റ് നമുക്ക് ഉണ്ടാക്കാം. അതും ചെറിയ നിസ്സാരം. ഈ DRL ഉണ്ടോ, ഇത് ഒരു പാക്കറ്റ് DRLാണ്. നമുക്കിതിന് ഏകദേശം 80 രൂപയാണ് ഞാൻ ഓൺലൈൻ മേടിച്ച വില. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ 180 രൂപയാണ് ഈ DRL വേണം. അപ്പം ഈ DRL വെച്ച് നമുക്ക് 1500 രൂപ കൊടുത്ത് മേടിക്കുന്ന ബാർലൈറ്റിനേക്കാളും വെട്ടത്തിലുള്ള നല്ല ബാർലൈറ്റ് കാണാതെ നമുക്ക് വണ്ടിയെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ ബമ്പറിൻ്റെ ഗ്യാപ്പിൽ കൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുമില്ല, നല്ല വെട്ടമാണ്. ഫ്ലാഷറും എല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഫ്ലാഷർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ ഒരു മെലഡി മേക്കർ മേടിച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ലൈറ്റ് ഫ്ലാഷായിട്ടും ഉപയോഗിക്കാം നമ്മുടെ ബാർലൈറ്റ്. അപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ DRL 2 പാക്കറ്റാണ്. അപ്പം 80, 160, 200 രൂപ മാക്സിമം ഇതിനാവും, ഈ ലൈറ്റിന് തന്നെയാവും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലാഷറാണ്. അത് താല്പര്യമുള്ളവർക്ക് മാത്രം മതി. ഇനി ഫ്ലാഷർ വേണ്ടാത്തവരാണെങ്കിൽ, അതായത് ഫ്ലാഷ് ചെയ്യേണ്ട സ്ട്രൈറ്റ് ലൈറ്റ് കൊടുക്കാനുള്ളവരാണെങ്കിൽ അത് മേടിക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബാർലൈറ്റ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് വീട്ടിലേക്ക് ഉണ്ടല്ലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അലുമിനിയം റോഡാണ്. ഇതൊരു ചെറിയൊരു എൽ ഷേപ്പിലുള്ള അലുമിനിയം റോഡാണ്. നമുക്ക് ഇതിനെ വേണമെന്നില്ല, നമ്മുടെ ഈ LED ഒട്ടിച്ച് വെക്കാൻ പാകത്തിൽ എന്നതേലും ഇതിൻ്റെ വീതിയിലുള്ള ഒരു റോഡ് എടുത്താലും മതി. അപ്പോൾ ഞാനിതെടുക്കാൻ കാരണം എന്ന് കിട്ടുന്നെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ത്രികോണാകൃതി വെക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വയറിങ് എല്ലാം അകത്തോടെ കയറ്റിവിടാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ഇതെടുത്തത്. ഇതിപ്പം ഞാൻ ഇതിൻ്റെ 2 എഡ്ജിലായിട്ട് അങ്ങോട്ട് നമ്മുടെ LED ലൈറ്റ് ഒട്ടിച്ച് വെക്കും. ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിങ് എല്ലാം അകത്തോടെ പൊക്കോളും. ഇനി നമുക്കധികം പരിപാടിയൊന്നുമില്ല. നമ്മുടെ DRLൻ്റെ പുറകിലെ സ്റ്റിക്കർ പൊളിക്കുക, നേരെ ഇതായിട്ട് ഒട്ടിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ത്രികോണാകൃതിയിലുള്ള ഈ ഷേപ്പ് ഈ മാതിരി ഒട്ടിക്കുന്നതുകൊണ്ട് നമ്മുടെ വയർ ഇതിനകത്തൂടെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് അകത്തൂടെ തന്നെ ഇത് കടത്തി വിടാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ 4 DRL ഇതേപോലെ തന്നെ നമ്മുടെ പൊളിച്ചിട്ട് അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, നമ്മുടെ DRLൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പം കണക്ഷൻ കൊടുക്കാൻ നമുക്ക് 4 DRL ഉള്ളത്. 4 DRL വരുമ്പോഴത്തേനാണെങ്കിൽ 4 റെഡ് ലൈനും 4 ബ്ലാക്ക് ലൈനുമാണ് ഉള്ളത്. അപ്പം 4 റെഡ് ലൈനും 4 ബ്ലാക്ക് ലൈനും ഒരുമിച്ച് നേരെ പിരിച്ചു കൊടുത്താൽ മതി. പിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് 2 കണക്ഷൻ ഔട്ട് വരും. ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവുള്ള കണക്ഷൻ ഔട്ട് വരും. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ 4 ലൈനും ഡയറക്റ്റായിട്ട് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിന് പറ്റുന്ന രീതിയിൽ അതിൻ്റെ അളവിൽ വേറെ വയർ വല്ലതും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഇതിലായിട്ട് നമ്മുടെ സ്റ്റിക്കർ പൊളിക്കുക, ഒട്ടിക്കുക മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നല്ല പശപ്പ് കിട്ടാൻ ഉള്ളതാണ്, ഇതിന് പശയുള്ളതാണ്. എന്നാൽ പശ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെവിക്വിക്കോ സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സാധനം പറഞ്ഞു പോകത്തില്ല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ട് നമ്മുടെ വയർ ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ കണക്ഷൻ വരാനും സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാർലൈറ്റിൻ്റെ സെറ്റപ്പ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഈ അലുമിനിയത്തോടെ തന്നെ ഈ സാധനം സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫേക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു പോരായിരിക്കാൻ വേണ്ടി ഇത്തരം പശയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതെടുത്തുകൊണ്ട് ഇതിനകത്തോടെ നമുക്ക് വയർ കയറ്റി കറക്റ്റായിട്ട് വലിയ ഗ്യാപ്പില്ലാതെ ഇടാൻ പറ്റി. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇനിയുണ്ടല്ലോ, ഇതിൻ്റെ പുറത്തോട്ട് വേണമെങ്കിൽ ഒരു ബ്ലാക്കോട്ട് ഇവിടെ നമ്മളൊരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ബ്ലാക്ക് പെയിൻറ്റ് വേണമെങ്കിൽ കോട്ടിങ് അടിച്ച് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി വൃത്തിയാവും. ഞാനപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞാൽ മെലഡി മേക്കറും കൂടെ ഇതേ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പല വിധത്തിൽ ഈ ലൈറ്റ് ഫ്ലാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി വണ്ടി പിടിപ്പിക്കുന്നത് എങ്ങനെയാണ്, പിടിപ്പിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ്. പിടിപ്പിക്കുന്ന വീഡിയോ ചെയ്യുന്നില്ല, വീഡിയോ ഒത്തിരി ലെന്തായിപ്പോവും. അപ്പം പിടിപ്പിച്ചതിന് ശേഷം വണ്ടിയിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം.